ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതൊരു പൈതൃക സമ്മേളനം എന്നുള്ള നിലക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. പൈതൃക സമ്മേളനത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ പൈതൃക സമ്മേളനം എന്ന് പറയുമ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നവരല്ല, പകരം നിങ്ങളുടെ മുൻഗാമികൾ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പിതാക്കന്മാരും അവരുടെ പിതാക്കന്മാരും അവരെല്ലാം കടന്നു വന്ന വഴികളും അവരെല്ലാം കടന്നു വന്ന ഒരു പ്രദേശവും കൂടിയാണ് പാണക്കാട് എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ആ പൈതൃകത്തെ നമ്മൾ ഓർക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന പൈതൃകം. എൻ്റെ പിതാവിനെ കാണാൻ, ജ്യേഷ്ഠ സഹോദരങ്ങളെ കാണാൻ, ബാഫകിതങ്ങളെ കാണാൻ, അവർക്കായിരുന്നല്ലോ നമ്മുടെ മുൻകാല പ്രതാപികളായ നേതാക്കൾ. ശംസുൽ ഉലമയെ കാണാൻ, കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ, അവരൊക്കെ ഇവിടെ വന്നിട്ടുള്ളവരായിരുന്നു. പാണക്കാടിൻ്റെ ഞങ്ങളുടെ തറവാടിൻ്റെ അങ്കണങ്ങളിലും അകത്തളങ്ങളിലും എന്നതുപോലെ തന്നെ പാണക്കാട് പള്ളിയിലും ആ പള്ളിയിലേക്കുള്ള വഴികളിലും അവരുടെ പാദചലനങ്ങൾക്കനുസരിച്ച് അവരെ അനുഗമിച്ച കഴിഞ്ഞകാല ആ തലമുറ അതിൽ അവർ ചിലപ്പോൾ അവരുടെ മക്കളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കളാവും. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഓർമ്മകൾ ആ മുൻകാലങ്ങളിലേക്ക് പോകുന്നുണ്ടാവും. അപ്പം അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാഴ്ചവെച്ച, നമ്മുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും നമുക്ക് കാഴ്ചവെച്ച ആ പാരമ്പര്യത്തിൽ നമ്മൾ അഭിമാനിക്കുന്നു, ആ പൈതൃകത്തിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. ആ പൈതൃകത്തിൻ്റെ സമ്മേളനമാണിത്. അതിപ്പോൾ ഈ 100ാം വാർഷികത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായപ്പോൾ നമുക്ക് 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചാരണം കൂടി ആക്കി അതിനെ മാറ്റുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ഗ്രൗണ്ട് ഇതുപോലുള്ള ഒരുപാട് സമ്മേളനങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അന്ന് നേരിയ ഓർമ്മകൾ ഉണ്ടാവുള്ളൂ. പാണക്കാട് വയലു പരമ്പര ഉണ്ടാകാറുണ്ട്. അന്നത്തെ മഹാസൂരികളായ പ്രസംഗികന്മാർ അവര് വേനൽക്കാലങ്ങളിൽ പാണക്കാട് വന്ന് വയലു പറയാറുണ്ട്. സെയ്ദ് ഉമർ അലി ശാബ്ദങ്ങളായിരിക്കും അതിനെ പ്രത്യേകമായിട്ട് കാർമ്മികത്വം വഹിക്കുക. അപ്പോൾ അവർ അന്ന് ഈ ഗ്രൗണ്ടായിട്ടില്ല, അതൊരു പാടമായിരുന്നു. ആ കാലത്ത് ഇതൊരു വിശാലമായ പാടമാണ്. നമ്മുടെ മുതിർന്ന ഞാൻ പോകാനെ പോലുള്ളവർക്കൊക്കെ അത് ഓർമ്മ ഉണ്ടാവും. മഹാന്മാരായിരുന്ന വാഴന്മാർ ഇവിടെ വന്നുകൊണ്ട് അവരിവിടെ വാഴ് പറയാറുണ്ടായിരുന്നു. അത് ലൈറ്റൊന്നും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു കാലം കൂടിയായിരുന്നു അത് എന്ന് ഓർക്കുന്നു. പെട്രോമാക്സിൻ്റെ വെളിച്ചമൊക്കെ ആയിരിക്കും അന്ന് ഉണ്ടാവുക. അപ്പം ആ കാലഘട്ടം കൊണ്ട് തന്നെ ഈ പ്രദേശം, ഈ ഗ്രൗണ്ടും ഈ പരിസരവും ദീനീ ദഅവത്തിൻ്റെ കേന്ദ്രമായിരുന്നു, തിരുമുറ്റമായിരുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാനത് പറഞ്ഞത്. വന്നു തുടങ്ങിയിട്ടുള്ള ആ ദഅവാ പ്രവർത്തനങ്ങൾ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് സംഘടനാപരമായിട്ടുള്ള അതിൻ്റെ ശാസ്ത്രീയതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മളൊക്കെ കാഴ്ചവെക്കുന്നത്. അതൊക്കെ പൂർവികരാണ് നമുക്കത് കാണിച്ചു തന്നത്. ആ കാലത്ത് ഒരുമിച്ച് നിൽക്കേണ്ടത് വളരെ അനിവാര്യമായൊരു സന്ദർഭം കൂടിയായിരുന്നല്ലോ. നമുക്കിടയിൽ തന്നെ വിഭാഗീയത, ആശയപരമായിട്ടുള്ള വിഭാഗീയതകൾക്ക്
ഉയർത്തി വന്നിരുന്നൊരു കാലം. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു അന്ന് പരിശുദ്ധ ദീനിനെ സംരക്ഷിക്കുവാനുള്ള മാർഗം എന്നുള്ളത്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. എൻ്റെ പിതാവും ബാഫക്കി തങ്ങളും അവരോട് ആ കാലത്ത് അവരുടെ സമപ്രായക്കാരായിട്ടുള്ള മറ്റു മഹാന്മാരും ഉലമാ പ്രമുഖന്മാരും നമ്മൾ ഓർമ്മിച്ചത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളത് തന്നെയാണ്. മനസാ വാചാ കർമ്മണ, പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ശീലങ്ങളിലും നടപ്പിലും എടുപ്പിലും പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതോടൊപ്പം ഐക്യത്തോടെ ജീവിക്കുക, ഐക്യം കാത്തു സൂക്ഷിക്കുക. വതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു എന്ന പരിശുദ്ധമായിട്ടുള്ള ഖുർആനിന്റെ മഹത്തായ നിർദ്ദേശം അതാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിൻ്റെ ആധാരം എന്നുണ്ട്. ഉത്തമമായിട്ടുള്ള സമൂഹമാണ്. രാജ്യത്ത് നമ്മുടെ ലോകത്തൊക്കെ ഒരുപാട് സമൂഹങ്ങളുണ്ട്, സമുദായങ്ങളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവർ ഉത്തമ സമുദായം എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട സമുദായം. അത് സത്യത്തെ പിന്തുടർന്ന സമുദായമാണ്, വിശ്വാസത്തെ പിന്തുടർന്ന സമുദായമാണ്. അത് സംയമനത്തെയും സബൂറിനെയും പിന്തുടർന്ന സമുദായമാണ്. എല്ലാ കാലത്തേക്കും പ്രസക്തമായ വചനാമൃതമാണത്. ചെറിയ സൂറത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ തന്നെ വ്യാഖ്യാനങ്ങൾക്ക് കിളിവാതിലുകൾ തുറന്നു കൊടുക്കുന്ന ആ ചെറിയ അധ്യായം ഉന്നതമായിട്ടുള്ള തഫ്സീറുകളിലേക്കുള്ള കിളിവാതിലാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ കാലങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രതിനിധാനം ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ ജീവിതം ജന്മം മുതൽ മരണം വരെ അല്ല ഇസ്ലാമിക വിശ്വാസ പ്രമാണം. മരണത്തിനപ്പുറത്തും വിശ്വാസിക്ക് ജീവിതമുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ഉറച്ച വിശ്വാസമാണല്ലോ. ആ തലങ്ങളിലൂടെ അവൻ്റെ ജീവൻ, അവൻ്റെ ആത്മാവ് സഞ്ചരിക്കുമ്പോൾ അവൻ മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. സത്യത്തെ മുറുകെ പിടിക്കാൻ പറഞ്ഞു, സബൂറിനെ മുറുകെ പിടിക്കാൻ പറഞ്ഞു, വിശ്വാസത്തിൽ ഊന്നി നിൽക്കുവാൻ പറഞ്ഞു, സർവോപരി സൽ പ്രവർത്തനങ്ങളുടെ വക്താവാകുവാൻ പറഞ്ഞു. ഈ 4 കാര്യങ്ങളിലൂടെ മനുഷ്യജീവിതം സഞ്ചരിക്കുമ്പോൾ അതെല്ലാറ്റിൻ്റെയും വ്യാഖ്യാനമാകുന്നു. അത് ജീവിതത്തിൻ്റെ വ്യാഖ്യാനമാകുന്നു, മരണത്തിൻ്റെ വ്യാഖ്യാനമാകുന്നു, അത് ഉഖ്റവിയായ ജീവിതത്തിൻ്റെ വ്യാഖ്യാനമാകുന്നു. അത് ഉമ്മയോടുള്ള പെരുമാറ്റത്തിന്റെ വ്യാഖ്യാനമാകുന്നു, പിതാവിനോടുള്ള പെരുമാറ്റത്തിന്റെ വ്യാഖ്യാനമാകുന്നു, സഹോദരങ്ങളോടുള്ള, നാട്ടുകാരോടുള്ള, സ്നേഹിതരോടുള്ള. സ്ത്രീകൾ സഹോദരന്മാരാണ് എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വിശ്വാസികൾ സഹോദരന്മാരാണ്. ആ സാഹോദര്യത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള എന്നതുപോലെ തന്നെ സഹവർത്തിത്വം അതും പ്രധാനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂത സമൂഹവുമായി വിശ്വാസപരമായി അവർ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നില്ല, മുസ്ലിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പൊതുജീവിതത്തിൽ അവരുമായി സഹവർത്തിത്വം പങ്കുവെക്കുവാനും പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ മൂല്യമാണ്. ഇന്ന് പല ഭരണാധികാരികളും നേതാക്കളും പറയുന്നത് പോലെയല്ല. ഇന്ന് സഹവർത്തിത്വത്തെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്, സഹവർത്തിത്വത്തെ കരിവാരിത്തേക്കാനാണ്. അത് ഭരണാധികാരികൾ ശ്രമിക്കുന്നുണ്ട്, ലോക ഭരണാധികാരികളുണ്ട്. അതില് മനുഷ്യരെ മതത്തിന്റെയും ദേശങ്ങളുടെയും പേരിൽ വിഭജിക്കുന്നവരുണ്ട്. എന്നതുപോലെ തന്നെ വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്നു, ഭാഷയുടെ പേരിൽ, സംസ്കാരങ്ങളുടെ പേരിൽ, ഭക്ഷണരീതിയുടെ പേരിൽ,
വസ്ത്രധാരണത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന ഒരു കാലമാണ്. സഹവർത്തിത്വത്തെ കരിവാരിത്തേക്കുന്നു. ഈ ഒരു കാലത്ത് അത്തരം കാലങ്ങൾ ഇവിടെ പുലരരുത്, ഉണ്ടാവരുത് എന്നുള്ള താക്കീതുമായിട്ടാണ് പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് സ്നേഹാമൃതങ്ങൾ നൽകിയത്, വചനാമൃതങ്ങൾ നൽകിയത്. അതേതെങ്കിലും ഒരു പ്രദേശത്തെ മനുഷ്യന്റെ ജീവിതത്തെ നന്നാക്കാനല്ല, ലോകമാസകലമുള്ള മനുഷ്യ ജീവിതത്തെ നന്നാക്കാനാണ്. ലോകമാസകലമുള്ള രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദേശമാണ്. ആ സന്ദേശം മറന്നുകൊണ്ടുള്ള ജീവിതവും പ്രവർത്തനങ്ങളും ഇന്ന് മനുഷ്യ ജീവിതത്തെ തന്നെ ആശങ്കാഭരിതരാക്കുന്നു. എല്ലാ ഉയർച്ചകളുണ്ട് മനുഷ്യന്, ടെക്നോളജിയുണ്ട്, AI യുഗത്തിൽ ജീവിക്കുന്നു. ടെക്നോളജിയെ വളർച്ചകൊണ്ട് മനുഷ്യ ജീവിതത്തെ വളരെ എളുപ്പമാക്കാൻ കഴിഞ്ഞു. ഗതാഗത മേഖലയിൽ മുന്നേറാൻ പറ്റി, അറിവിന്റെ കാര്യത്തിൽ മുന്നേറാൻ പറ്റി. മുമ്പൊക്കെ ഒരു അറിവ് എന്ന് പറഞ്ഞാൽ കുറെ കാലം പഠിക്കുന്ന ആ ഒരു പഠനം കുറെ കാലത്തിന് ഉണ്ടായി. ഇന്നങ്ങനെയല്ല. ഇന്ന് പഠിക്കുന്നത്, ഇന്ന് രാവിലെ പഠിച്ചാൽ രാത്രി അതിന്റെ മേലെയുള്ള പഠിത്തം വരും. അതിന്റെ മേലെയുള്ള അറിവ് നമ്മുടെ കൈകളിലെത്തും. അത്ര വേഗതയിലാണ് അറിവ് വളർന്നുകൊണ്ടിരിക്കുന്നത്. വ്യാവസായികമായുള്ള വളർച്ച, വാണിജ്യപരമായിട്ടുള്ള വളർച്ച, ഇതിനൊക്കെ വേഗം കൂടി എന്നുള്ളതാണ്. പക്ഷെ ആ വളർച്ചക്കൊപ്പം, ആ വേഗതയോടൊപ്പം നമ്മുടെ മൂല്യങ്ങൾ മാറിപ്പോകരുത് എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമികമായിട്ടുള്ള പാഠം. അല്ലെങ്കിൽ ഓരോ മതവും പഠിപ്പിക്കുന്ന അതാണ്. ജീവിതത്തിന്റെ വേഗതകളിൽ സഞ്ചരിക്കുമ്പോൾ ആ വേഗതകൾക്കൊപ്പം നമ്മുടെ മൂല്യങ്ങളെ വഴിമാറിപ്പോകാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. ആ ഒരു സന്ദേശമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും നൽകിയത്. അതാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പിൻപറ്റുക, ഐക്യത്തോടെ ഐക്യപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ള സന്ദേശത്തിലൂടെ നമ്മുടെ നേതാക്കളെല്ലാം നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ. അതിൻ്റെ 100ാം വാർഷികത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശംസുലുലമയും കണ്ണിയത്തും ബാങ്കിലെ അഹമ്മദ് മുസ്ലിയാരും ബരക്കൽ മുല്ലക്കോയത്തങ്ങൾ തുടങ്ങിയ മഹാന്മാർ, ബാഫഗീതങ്ങൾ, എൻ്റെ വന്യപിതാവ് കുക്കോയത്തങ്ങൾ തുടങ്ങിയ സെയ്ദുമാർ, അവരെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ മറക്കരുത് എന്നുള്ളതാണ്. ഓർമ്മിക്കുക എന്നുള്ളത് എന്താണ്? ഓർമ്മിക്കുക എന്നുള്ളത് നന്ദിയാണ്. മറക്കുക എന്നുള്ളതോ നന്ദി കേടാണ്. അപ്പൊ നമ്മൾ നന്ദി കേടിന്റെ ആളുകളാവരുത്, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. കടന്നു വന്ന വഴികളെ ഓർമ്മിക്കണം. സച്ചരിതരായ മഹാത്മാക്കൾ അവരുടെ ജീവനും സ്വത്തും അവരുടെ രക്തവും ഊർജവും ഈ മഹാപ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ആ മഹത്തുക്കളെ ഓർമ്മിക്കുക എന്നുള്ളത്, അവർ നൽകിയ സംഭാവനകളെ ഓർമ്മിക്കുക എന്നുള്ളതാണ് നന്ദി. അവരെ മറക്കുക എന്നുള്ളത് നന്ദി കേടാണ്. അപ്പം നമ്മളാരും നന്ദി കേടിൻ്റെ ആൾക്കാരാകരുത് എന്നാണ് എനിക്ക് സാന്ദർഭികമായി ഉണർത്തുവാനുള്ളത്. ഈ വെന്ത ചോറ് കാണുമ്പോൾ അതിനായി കത്തിക്കരിഞ്ഞ കനലുകളുണ്ടാവും. ചോറ് വന്നാൽ നമുക്ക് ഒരു ആവേശമായിരിക്കുമല്ലോ, വേവ് നോക്കി പിന്നെ അത് കഴിക്കാനുള്ള ആവേശം. എന്നാൽ ഒരുപാട് കനലുകൾ അതിനിടയ്ക്ക് കത്തിക്കരിഞ്ഞിട്ടുണ്ട്. ആ കനലുകൾ, കത്തിക്കരിഞ്ഞ കനലുകളെ കൂടി ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നാണ് കാലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നു പോവുകയാണ്. ഇന്ന് കാണുന്ന സൗകര്യങ്ങൾ, ഇന്ന് കാണുന്ന പുരോഗതി, ആ പുരോഗതിയൊക്കെ ഉണ്ടാക്കിയത് അതിനു വേണ്ടി ജീവൻ ഹോമിച്ച ഒരുപാട് കഴിഞ്ഞുപോയ തലമുറകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ജീവനും സ്വത്തും സമ്പാദ്യങ്ങളും സമ്മാനിച്ചവർ വാങ്ങുകൊണ്ട് കൊടുത്തോട്ടെ.
നമ്മൾ പങ്കാകണേ ഉള്ളൂ. സ്ത്രീകളെ 3-4 ഘട്ടങ്ങളായി നമുക്ക് തിരികെ മനസ്സിലാക്കാം. ആദ്യഘട്ടം എന്നുള്ളത് സമസ്തയുടെ രൂപീകരണം തന്നെയാണ്. ആ കാലത്ത് സമ്മേളനങ്ങൾ നടത്തിയിട്ടും സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ധാരാളം പ്രമേയങ്ങളൊക്കെ ഉണ്ടാക്കി അത് പാസ്സാക്കി ആ പ്രമേയങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ആ രീതിയിലാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരണം സമസ്ത അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നിർവഹിച്ചത്. രണ്ടാമത്തെ ഘട്ടത്തിലെത്തിയപ്പോൾ ദീനി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നു. മദ്രസകളുണ്ടായി, പള്ളി ദർസകൾക്ക് നേതൃത്വം കൊടുത്തു, വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. ഇതിപ്പോൾ 11,000-ൽ പരം മദ്രസകൾ കേരളത്തിലെ സംസ്ഥയുടെ മാത്രം കീഴിൽ നടക്കുന്നുണ്ട്. ഞാൻ തന്നെ ദക്ഷിണ കേരള സംസ്ഥയുടെ സമ്മേളനത്തിന് പോയിരുന്നു. അവരുടെ കീഴിൽ ഏതാണ്ട് 3000-ലേറെ മദ്രസ നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥ രൂപീകരിക്കപ്പെട്ടതിൻ്റെ ആ നാൾ വഴികൾ മുതൽ അതെല്ലാ പ്രസ്ഥാനങ്ങൾക്കും ആവേശം പകർന്നു എന്നുള്ളതാണ്. അങ്ങനെ ദീനിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ദീനി വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഉണ്ടായി. അന്ന് സമരങ്ങളോ വിവാദങ്ങളോ ഒന്നും ഇല്ലാതെ കൃത്യമായ സിലബസിൽ മദ്രസകൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു വിവാദം ഉണ്ടായിരുന്നില്ല. സമരവും വാദകോലാഹലങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആ സിലബസ് അനുസരിച്ച് വിദ്യാഭ്യാസ ബോർഡ് നൽകുന്ന സിലബസ് മാനേജ്മെൻറ്റുകളൊക്കെ അത് അംഗീകരിച്ചുകൊണ്ട് മുഅല്ലിമീങ്ങൾ വളരെയേറെ അച്ചടക്കത്തോടെ അതൊക്കെ പാലിച്ചുകൊണ്ട് മദ്രസ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് അവർക്ക് തന്നെ കരുത്ത് പകരുകയുണ്ടായി. മൂന്നാം ഘട്ടത്തിലെത്തിയപ്പോൾ സമൂഹത്തിൽ മതബോധം നൽകണം. വിദ്യാഭ്യാസത്തിലൊക്കെ പ്രാധാന്യം കൊടുത്തു. ആ നിലയ്ക്ക് മദ്രസയും പള്ളിയും ദർസും ഒക്കെ ഉണ്ടായി, അറബി കോളേജുകളൊക്കെ ഉണ്ടായി. പിന്നെ നമുക്ക് പ്രബോധന ദൗത്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി SYS 1954 SVS രൂപീകരിച്ചു. 73 SSF ഉണ്ടായി. അതിലുള്ള പ്രവർത്തകന്മാരൊക്കെ ഇപ്പോഴുണ്ട്. ഞാനും ഉണ്ടായിരുന്നു SSF രൂപീകരിച്ച കാലത്ത്. അത് സംസ്ഥയുടെ തന്നെ ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. അത് 1973 എൻ്റെ വന്യജ്യേഷ്ഠൻ സെയ്ദ് ഹൈദരലി ശിഹാബ് എന്ന അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ ദിനം കൂടിയാണ് ഈ ഷാബാൻ 2 എന്നുള്ളത്. ഷാബാൻ 1 അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ SSF 1973 രൂപീകരിച്ചു. പിന്നെ 1989 SKSF രൂപീകരിക്കപ്പെട്ടു. അത് അതിൻ്റെ പതിറ്റാണ്ടുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്നും വളരെ നല്ല നിലക്ക് നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം. 89 സുന്നി മഹല്ല് ഫെഡറേഷൻ രൂപീകരിക്കുകയുണ്ടായി. സുന്നി മഹല്ല് ഫെഡറേഷൻ ഹൈദർ മുസ്ലിയാർ, ബഷീർ മുസ്ലിയാർ, മാനു മുസ്ലിയാർ, KT മാനു മുസ്ലിയാർ, അവരോടൊപ്പം സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ ചേർന്നുകൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ അതിൻ്റെയും നേതൃപദവിയിലിരുന്ന മഹത്തുക്കൾ അലിമിങ്ങൾ ഈ സദസ്സിലുണ്ട്, ഈ വേദിയിലുണ്ട് എന്ന് പറയുവാൻ കഴിയും. നാലാം ഘട്ടത്തിലെത്തിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മൾ കടന്നു എന്നുള്ളതാണ്. പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിനോടൊപ്പം തന്നെ MEA എഞ്ചിനീയറിംഗ് കോളേജ്
നമുക്കുണ്ടാക്കാൻ കഴിയും അക്കാഡമിക് മേഖലയിൽ. അതിന് മുമ്പ് 1923 തന്നെ താനൂരിലെ ഇസ്ലാമിലൊരു കോളേജ് ഉണ്ടാക്കി. 1963 ജാമിയ സ്ഥാപിതമായി. അതായിരുന്നു പിന്നെ അതിലൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു നാഴികക്കല്ലായി മാറി. സംസ്ഥയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ നാഴികക്കല്ലായി 1963 പട്ടിക്കാട് സ്ഥാപിതമായിട്ടുള്ള ജാമിയ നൂരിയ അറബിയ ഉമ്മുൽ മദാരിസ് എന്നറിയപ്പെടുന്നു. ഇനി അതിന്റെ കീഴിലാണ്. അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മാർഗദർശനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ടായി. നന്ദി ദാറുസ്സലാം ഉണ്ടായി, റഹ്മാനിയ കഴമേരി ഉണ്ടായി, പൊട്ടച്ചിറ അൻവാരിയ കോളേജ് ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായി. വളാഞ്ചേരി മർക്കസ്, മഹാനായ അബൂബക്കർ ഹസ്രത്ത് നവറുല്ലാഹു മർക്കദ്, അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാർ അവരൊക്കെ മുമ്പന്തിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വളാഞ്ചേരി മർക്കസിന് രൂപീകരണം കൊടുത്താൻ കഴിഞ്ഞു. പിന്നെയാണ് MBA കോളേജ് ഉണ്ടായത്. അത് അക്കാദമിക് വിദ്യാഭ്യാസ മേഖലയിലും നമുക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞു. ദാറുൽ ഹുദ അക്കാദമിക് വിദ്യാഭ്യാസ രംഗവും മതവിദ്യാഭ്യാസവും ഒരേപോലെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും സജീവമായ ഒരു യൂണിവേഴ്സിറ്റി പ്രസ്ഥാനമായി ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പിറവികൊണ്ടു അത് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ വഫി സ്ഥാപനങ്ങൾ അതും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം തന്നെ സംസ്ഥയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ്. ഈ പറഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുവാൻ പാണക്കാട്ടെ എൻ്റെ മുൻ തലമുറകൾക്ക് കഴിഞ്ഞിരുന്നു. അവരൊക്കെ അതിനെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കൂടി ഇവിടെ വളരെ നന്ദിയോടെ നമുക്ക് സ്മരിക്കുവാൻ കഴിയും. എൻ്റെ പിതാവ് പൂക്കോയത്തങ്ങൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ വന്യ സഹോദരങ്ങളൊക്കെ ആ കാര്യത്തിൽ വളരെ സജീവമായിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം കുറച്ച് നേരത്തെ ഇവിടെ സംഘടിപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വൈതൃക സമ്മേളനം അത്ര വൈകേണ്ടിയിരുന്നില്ല സലീമേ. ഇത് കുറച്ച് നേരത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ എന്നാൽ വൈകിട്ടില്ല. ഏതായാലും എല്ലാറ്റിനും സമയമുണ്ടല്ലോ. ലേറ്റർ ഈസ് ബെറ്റർ ദാൻ നെവർ എന്ന് പറയുന്നതാണ്. ഒരിക്കലും ചെയ്യാത്തതിനേക്കാൾ നല്ലത് കുറച്ച് വൈകി ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഏതായാലും നമുക്കത് സാധിച്ചിരിക്കുന്നു. എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സന്ദേശം എന്നുള്ളത് പരിശുദ്ധ പ്രവാചകരെ പിൻപറ്റുക, ഐക്യപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ നാട്ടിലെ സമൂഹത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ വിഭജനത്തിന് പൗരത്വത്തെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ഭരണകൂട വികൃതികൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. ഒറ്റയടിക്ക് പൗരത്വം നിഷേധിക്കാൻ കഴിയില്ല. അതിനിപ്പോൾ പാർലമെന്റിൽ അതിനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ ഭരിക്കുന്നവർക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇലക്ഷൻ പ്രക്രിയകളെ അതിന് ദുരുപയോഗം ചെയ്തുകൊണ്ട് എങ്ങനെയും വോട്ട് ഇല്ലാതാക്കുക എന്നുള്ളത്. ധാരാളം പേര് അതിലിപ്പോൾ വിഷമിച്ച് കഴിയുന്നുണ്ട്. എല്ലാ മുസ്ലിം സംഘടനകളെയും നമ്മളൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും ആ കാര്യത്തിൽ വളരെ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. നിങ്ങളും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവാസികളായ പലർക്കും വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് വോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി, കാരണം വോട്ട് അവകാശം പാസ്പോർട്ടിനേക്കാളും വലുത് നമ്മുടെ ഇലക്ട്രൽ കാർഡായിട്ട് മാറുകയാണ്. ഇലക്ട്രൽ കാർഡിൽ പേരില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് കൊണ്ടെല്ലാം പറയും. വോട്ടവകാശം ഇല്ലാത്തവരോട് പറയും നിങ്ങളെ പാസ്പോർട്ട് കൊണ്ട് കൊണ്ടുവരി. ആ പാസ്പോർട്ട് അവരവിടെ വാങ്ങി വെക്കും എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി, വോട്ടർ പട്ടികയിൽ എങ്ങനെയെങ്കിലും പേരുണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എല്ലായിടത്തും സജീവമാണ്. എല്ലായിടത്തും പാർട്ടിയും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ അതിനുവേണ്ടി സജീവമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കൂടിയാണ് എനിക്ക് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുവാനുള്ളത്. ഏതായാലും നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ സമ്മേളനത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ കാര്യത്തിൽ എല്ലാവരുടെയും സത്വരമായ ശ്രദ്ധ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പൈതൃകം പലരും നടത്തുന്നുണ്ട്. ഇന്നലെയും നടന്നിട്ടുണ്ട്, ഇന്നലെ മെഞ്ഞാന്നൊക്കെ നടന്നിട്ടുണ്ട്. എന്താണ് ഈ പൈതൃകം എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയൽ അനിവാര്യമായതുകൊണ്ട് അത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടാകും, അതും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഒന്ന് പറയുന്നത് നന്നായിരിക്കും, അവസരോചിതമായിരിക്കും. അങ്ങനെയാണല്ലോ. പാണക്കാട് മുറ്റത്ത് പൈതൃകം നടന്നു. അതിന് നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവിടെ തിരിയാത്ത കുറേ ആൾക്കാരുണ്ട്. പാണക്കാട്ട് അത് തിരിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി.
ആ പ്രസംഗം മുഴുവനും അങ്ങനെയാണ്. എൻ്റെ സ്നേഹിതൻ പൂക്കോട്ടൂർ പ്രസംഗിച്ചത് കുറേ ഞാൻ കേട്ടു ലൈവായി. അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങൾ, അത് പാണക്കാട് കുടുംബത്തിൽപ്പെട്ടതല്ലെങ്കിലും ഒരു കെട്ടുബന്ധങ്ങളൊക്കെ ഉണ്ട്, മഹാനാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണെന്നാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്. ബാഫക്കിത്തങ്ങളെ സംബന്ധിച്ച് ഇവരവിടെ എത്തിയില്ല പറഞ്ഞിട്ട്. ബാഫക്കിത്തങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയ എന്ന് പറയാൻ കാരണം, അദ്ദേഹം ഞാൻ പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് അതിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. പൂക്കോയത്തങ്ങൾ സെക്രട്ടറിയാണ്. ശംസുലുലമയും കണ്ണിയത്ത് ഉസ്താദും കോട്ടുമൽ ഉസ്താദും ഒക്കെ ഉസ്താദന്മാരുമാണ്. അങ്ങനെ ഒരു നിറഞ്ഞ ഇസ്ലാമിൻ്റെ ഒരു ഉയർന്ന ചിഹ്നങ്ങൾ പ്രകാശങ്ങൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ പഠിച്ചത്. അന്ന് ബാഫക്കിത്തങ്ങൾ വന്നാൽ യോഗം കൂടും, കമ്മിറ്റി യോഗം കൂടും. കമ്മിറ്റി യോഗം വളരെ ശക്തമായിട്ട് ബാഫക്കിത്തങ്ങളും പൂക്കത്തങ്ങളുള്ള യോഗം ആയതുകൊണ്ട് എല്ലാ മെമ്പർമാരും ഹാജരുണ്ടാവും, ഫുൾ കോറായിരിക്കും. അങ്ങനെ യോഗം എവിടെ എത്തിയാലും ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുത്താൽ തങ്ങളോട്ട് ഇറങ്ങിപ്പോവും. തങ്ങൾ വാക്ക് ആ ജുംല പൂർത്തിയാക്കൂല, അവിടെ എണീറ്റ് പോവും. അപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോവും. പിന്നെ നിസ്കാരം കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും തുടങ്ങും. ഇതാണ് സ്ഥിതി. ഇത് മൂപ്പരുടെ ശൈലിയാണ്. അങ്ങനെ ചിലപ്പോൾ നമ്മളെ കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ഉപദേശം തരാറുണ്ട്. ഒരു ദിവസം അദ്ദേഹം തന്ന ഉപദേശത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല, നിസ്കാരം നഷ്ടപ്പെട്ടില്ല എന്നല്ല. ആർക്കത് പറയാൻ കഴിയുക? ഏതെങ്കിലും മൊലിയാർക്ക് പറയാൻ കഴിയുന്ന? അതുകൊണ്ട് ഞാൻ അതൊക്കെ കേട്ട വാക്കിഫിത്തങ്ങളെ ഞാൻ ഔലിയ വലിയ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. കാരണം അദ്ദേഹം ഒരു പാണക്കാട് തങ്ങന്മാരുമായി ആത്മീയ മേഖലയിൽ മാത്രം സഞ്ചരിച്ച ആളല്ല. അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു, നല്ല ബിസിനസ്സുകാരനായിരുന്നു. അതിനു പുറമെ കേരള രാഷ്ട്രീയം മുഴുവനും അദ്ദേഹത്തിൻ്റെ 2 വിരലുകൾക്കിടയിലായിരുന്നു. ആരിവിടെ ഭരിക്കണം, മുഖ്യമന്ത്രി ആരാവണം, മറ്റു മന്ത്രി ആരാവണം, ലീഗിന് ഇത്ര മന്ത്രിമാർ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പടി ഈ കേരളം അംഗീകരിച്ച് വന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ സമപ്രായക്കാർക്കൊക്കെ അതറിയാം. ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ അത് അറിഞ്ഞോളുന്നുണ്ടാവില്ല. അങ്ങനെ പിന്നെ കോൺഗ്രസ്സുകാർ ലീഗുകാർ അവഗണിച്ചു. ആദ്യത്തെ കേരളം ഉണ്ടായതിനു ശേഷം ആദ്യത്തെ മന്ത്രിസഭ EMSൻ്റെ മന്ത്രിസഭയാണ്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു. അതിനെ പിന്നെ നെഹ്റു പിരിച്ചുവിട്ടു. വിമോചന സമരം കൊണ്ട് 2 കൊല്ലം ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ. 59 പിരിച്ചുവിട്ടു. പിന്നെ അതിന് പകരമായി കോലീപ്പി ഉണ്ടായി. കോലീപ്പി എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും PSPയും കൂടിയിട്ട് എന്താക്കി, 3 പാർട്ടി കൂടിയിട്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടു. അവർ വിജയിച്ചു വന്നപ്പോൾ ലീഗിന് മന്ത്രിസഭ കൊടുത്തില്ല, മന്ത്രിസ്ഥാനം കൊടുത്തില്ല. കോൺഗ്രസ് അവഗണിച്ചു. കാരണം അതൊരു വർഗീയ പാർട്ടിയാണ്, അതിനങ്ങനെ കൊടുത്താൽ അത് കോൺഗ്രസ്സിന് ചീത്തപ്പേരാണെന്നുള്ള നിലക്കാണ് അവരെ കണ്ടത്. കൊടുത്തില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം സ്പീക്കർ സ്ഥാനം കൊടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഏതാവട്ടെ, ഞാനത് പറയുന്നത് വേറെ സംഗതിൻ്റെ മുഖവരായിട്ട് പറയാണ്. അങ്ങനെ സീതി സാഹിബിന് സ്പീക്കർ സ്ഥാനം കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് മൂപ്പർ വഫാത്തായി. അതിനുശേഷം CH മുഹമ്മദ് കോയ സാഹിബിനെ സ്പീക്കറാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ തൊപ്പി ഉയക്കണം എന്നാൽ സ്പീക്കറാകാൻ പറ്റുള്ളൂ, തൊപ്പി ഉയച്ചാലേ ആക്കാൻ പറ്റുള്ളൂ എന്നാണ് കോൺഗ്രസ്. അങ്ങനെ ഏതായാലും തൊപ്പി ഉയച്ചിട്ടെങ്കിലും ഇരിക്കട്ടെ ചെയ്തിട്ട് അങ്ങനെ കാര്യമായിരുന്നു. ഏതായാലും നീണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി ഇറങ്ങിപ്പോരേണ്ടി വന്നു. അങ്ങനെ ഇറങ്ങിപ്പോന്നിട്ട് പിന്നീട് ആദ്യം കമ്മ്യൂണിസ്റ്റിനോട് ദേഷ്യം പിടിച്ചിട്ടാണ് ഈ മുന്നണി ഉണ്ടാക്കിയത്. പിന്നെ കോൺഗ്രസിനോട് ദേഷ്യമായി ലീഗിന്, പകരം വീട്ടണം. അങ്ങനെയാണ് എന്താക്കിയത്, സപ്തമുന്നണി ഉണ്ടാക്കിയത്. 7 കൂട്ടർ പാർട്ടി കൊണ്ട് EMSൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ വന്നു. അന്ന് 2 മന്ത്രിമാരുണ്ടായി. CH കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ 1 മന്ത്രിയും കൊടുത്തില്ല. EMS 2 മന്ത്രിമാർക്ക് കൊടുത്തു. CHനും കുരുക്കളും കൊടുത്തു. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലൊക്കെ ചില അർത്ഥങ്ങളുണ്ട്, നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. അങ്ങനെ 2 മന്ത്രിമാരെ കൊടുത്തു. അങ്ങനെ മന്ത്രിയാവാൻ പറ്റും ലീഗിനെയും തെളിയിച്ചത് ആ കമ്മ്യൂണിസ്റ്റിൻ്റെ കൂട്ടുകെട്ടിൻ്റെ മന്ത്രിസഭയാണ്. അതുണ്ടായി. അതൊക്കെ അങ്ങനെ പോയിക്കോട്ടെ. ഞാനത് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് ബാഫക്കിത്തങ്ങളാണ് നട്ടം ചുരുക്കത്തിൽ. EMS വരും തങ്ങളെ കാണാൻ പാണ്ഡ്യാലയിൽ, കൊയിലാണ്ടി, അതിന് കോഴിക്കോട് പാണ്ഡ്യാലയിൽ അദ്ദേഹത്തിന് മലഞ്ചരക്ക് കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു, അവിടേക്ക് വരും.
കരുണാകരൻ വരും, ആൻ്റണി വരും, എല്ലാവരും തങ്ങളെ തിരഞ്ഞു വരും. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇന്നാണ്. ഒക്കെ നമ്മളിങ്ങനെ കാണുകയാണ് ബാപ്പി തങ്ങളുടെ വലിപ്പം. കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ബാപ്പി തങ്ങളുടെ വലിപ്പറിയലാണ്. അങ്ങനെ ആ കാലഘട്ടം മുഴുവനും പിന്നീട് ആ മന്ത്രിസഭ പൊളിച്ചിട്ട്, അതായത് കമ്മ്യൂണിസ്റ്റും ഈ കൂട്ടുകെട്ടിൻ്റെ മന്ത്രിസഭ പൊളിച്ചതും ബാപ്പി തങ്ങൾ തന്നെ. എന്നിട്ട് ഒന്നുമല്ലാത്ത വലത് കമ്മ്യൂണിസ്റ്റിൻ്റെ അച്യുത മേനോൻ അന്ന് ഇയാൾ ഇവിടെ ആയിരുന്നു, MP ആയിരുന്നു. അദ്ദേഹത്തെ പിടിച്ചിരിച്ചുകൊണ്ട് വന്നിട്ട് മുഖ്യമന്ത്രിയാക്കി. അയാൾ MLA ഒന്നും അല്ലാത്ത നിലയ്ക്ക് എന്നെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയിട്ട് മന്ത്രിസഭ ഉണ്ടാക്കി. ആ മന്ത്രിസഭൻ്റെ ബാക്കി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നതിന്. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിന്നേ ഉള്ളൂ. അപ്പം അതൊക്കെ ഉണ്ടാക്കിയതും ചെയ്യുന്നതും കേരളം ഭരിക്കുന്നത് ബാപ്പക്കിത്തങ്ങളാണ്. ഈ ചരിത്രമൊക്കെ അറിയണം. ബാപ്പക്കിത്തങ്ങൾ അല്ലാണ്ട് വലിയാന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ദിവസം ഞങ്ങൾ പട്ടിക്കാട് ഇങ്ങനെ ഉച്ചക്ക് ചോറിൻ്റെ ഇൻ്റർവെൽ സമയത്താണ് ചോറ് വെച്ചിങ്ങനെ നിൽക്കുമ്പോണ്ട് വലിയ പോലീസ് വാൻ ഇങ്ങനെ വരുന്നു. വലിയ പോലീസ് വാൻ, മലപ്പുറം DSPയും കൂട്ടരുമൊക്കെ വരുന്നത്. അപ്പം അന്ന് കോളേജിൽ കമ്മിറ്റി യോഗം ഉണ്ട്. ബാപ്പക്കിത്തങ്ങൾ അവിടെ ഉണ്ട്. ബാപ്പക്കിത്തങ്ങളെ കാണാൻ വരിക. എന്തിനാ സംഗതി? ബാപ്പക്കിത്തങ്ങൾ ഒരു MLA അല്ല, മന്ത്രിയല്ല, ഒന്നുമല്ല. CH മുഹമ്മദ് സഖായ സാഹിബിനെ തലശ്ശേരി അവിടെ ആ മാരാർ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാരാർ, അവിടുത്തെ അദ്ദേഹം വിശ്രമിക്കുന്ന റൂമിൽ ചെന്ന് ആസിഡ് ബൾബ് എറിഞ്ഞു. ആ സംഭവത്തിന് എന്ത് നടപടി സ്വീകരിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോലീസ് തെരഞ്ഞു വന്നതാണ്. അന്ന് ഈ ഫോൺ സൗകര്യമൊക്കെ വളരെ കുറവാണ്. ടങ്ക് ബുക്ക് ചെയ്തിട്ടൊക്കെ കാത്തിരുന്നിട്ട് അവസാനം ക്യാൻസലാക്കണം ആ പരിപാടി. അപ്പം അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുഖ്യമന്ത്രി ഒക്കെ ഉണ്ട്. പോലീസ് വന്നത് ബാപ്പക്കിത്തങ്ങളെ തെരഞ്ഞു അവിടെ എന്താ നടപടി സ്വീകരിക്കണമെന്ന് ചോദിക്കാൻ. അപ്പോൾ ചുരുക്കത്തിൽ ഈ കേരളം എങ്ങനെ പോകണം, ഭരിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് ബാപ്പക്കിത്തങ്ങളായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ബാപ്പക്കിത്തങ്ങൾ അദ്ദേഹത്തിന് ജമായത്ത് നഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. ചിലപ്പം കാറിൽ EMS ഉണ്ടാവും, കരുണാകരൻ ഉണ്ടാവും. വാങ്ങ് കൊടുത്താൽ പള്ളിൻ്റെ മുമ്പിൽ നിർത്തും. ഓലാടെ കാറിലിരുന്ന് പേപ്പർ വായിച്ചോളണം, തങ്ങൾ നിസ്കരിക്കും. ഇങ്ങനെയുള്ള വലിയൊരു മനുഷ്യനായിരുന്നു. ദുനിയാവും ആഖിറവും ഒരുമിച്ച് കൂടിയ ഒരു മനുഷ്യനായിരുന്നു. ഈ മനുഷ്യൻ്റെ മാതൃക അതാണ് നമ്മൾ പൈതൃകം എന്ന് പറയുന്നത്. ഒന്ന് അല്ലേ, പൈതൃകം എന്ന് പറഞ്ഞാൽ അതല്ലേ. ആ മനുഷ്യൻ്റെ എന്താണോ ജീവിതം ചിലത് പകർത്തണം. അദ്ദേഹം സമസ്തക്കാരനായിരുന്നു. പൂർണ്ണ സമസ്തക്കാരനായിരുന്നു. സമസ്ത എന്ത് തീരുമാനം EMS എന്ന് പറഞ്ഞ അല്ല, EMS നേരത്തെ കഴിഞ്ഞു. MES തലയിരിച്ചിട്ട് വായിക്കാം. MES എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഡോക്ടർ ഗഫൂർ സാഹിബ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ വലിയ പ്രൊഫസറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെ കൂടിയിട്ടാണ് ആ സംഘടന. ആ സംഘടന ഉണ്ടാക്കിയത് MES എന്ന് പറഞ്ഞാൽ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ്. അത് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നു, അതുകൊണ്ട് അവർക്ക് ഉദ്യോഗങ്ങളിലൊന്നും കയറാൻ കഴിയുന്നില്ല, അവരെന്നും പിന്നോക്കമായി കഴിയുന്നു എന്നതുകൊണ്ട് അതിനു വേണ്ടി നികത്താൻ മുസ്ലിം പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ്. അതിന് എല്ലാ ആൾക്കാരും പിന്തുണ കൊടുത്തു. വേണ്ടതാണല്ലോ. മുസ്ലിം ലീഗും അതിൻ്റെ പിന്നിൽ പിന്തുണ കൊടുത്തു. സമസ്തയും മുജാഹിദും എല്ലാവരും പിന്തുണ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതാ. അതുണ്ടാക്കി ഇങ്ങോട്ട് വളർന്നു വന്നു. വളർന്ന് പന്തലിച്ച് പലയിടത്തും അതിന് സ്ഥാപനങ്ങളൊക്കെ സർക്കാർ കൊടുത്തു. അങ്ങനെ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജും മറ്റേ മെഡിക്കൽ കോളേജ് അടക്കം കൊടുത്തു. അങ്ങനെ അത് വളർന്ന് വലുതായി ആൾക്കാരുടെ ഇടയിൽ നീച്ചടക്കാനായി. അപ്പോഴാണ് അവർക്ക് നേരത്തെ നമ്മൾ ഈ വാഫി ഒഫിയൻ്റെ പറഞ്ഞ മാതിരി ഇങ്ങനെ വഴിതെറ്റുന്നത് കണ്ടത്. അവർക്ക് ഈ മൂല്യന്മാരും തലകെട്ടുമൊക്കെ ഒരു പയഞ്ചനായി തോന്നി. അത് അതുപോലെ കൂടെ നടക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥ. അവർക്കൊരു ജേർണൽ ഉണ്ടായിരുന്നു, അവരുടെ മാസിക, MES ജേർണൽ എന്നതിൻ്റെ പേര്. അതിലൊരു നോവൽ വന്നു. മൊയ്തു പടിയത്ത് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, അദ്ദേഹം ഒരു നോവൽ എഴുതി. ആ നോവലിൻ്റെ പ്രമേയം സ്വന്തം മക്കളിരിക്കെ പേരമക്കൾക്ക് സ്വത്തില്ല എന്ന് ഇസ്ലാമിൻ്റെ ഒരു നിയമമുണ്ടല്ലോ. ഇസ്ലാമിൻ്റെ നിയമമുണ്ട്. ഇപ്പോൾ ഹൈദരാക്കക്ക് 2 മക്കളുണ്ട്, കമ്മുണ്ണി മൂസി. ഹൈദരാക്കക്ക് കമ്മുണ്ണി മൂസ 2 മക്കളുണ്ട്. പേര് ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണ്. അതുപോലെ 2 കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് അയാൾ എഴുതിയത്. കമ്മുണ്ണിയാക്കാന്ന് പറഞ്ഞ മൂത്ത ആളാണ്. അയാൾക്ക് ഭയങ്കര പള്ളവേദന. അയാൾക്ക് കുട്ടികളുമുണ്ട്, കമ്മുണ്ണിയാൾക്ക് കുട്ടികളുമുണ്ട്.
പക്ഷെ ഡോക്ടർമാർ പറഞ്ഞു പള്ളവേദനയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ പൂർണ്ണമായും സക്സസ് ആവും നമുക്ക് ധൈര്യമില്ല, ഡോക്ടർമാർ പറയുന്നു. അത് 75% പരാജയമായിരിക്കും എന്നാണ് ഡോക്ടർമാരുടെ റിപ്പോർട്ട്. എങ്കിലും അതല്ലാതെ വേറെ മാർഗവുമില്ല. നാളെ ഓപ്പറേഷനാണ്. ഞാൻ ആ നോവലിലെ കഥ പറയാം. നാളെ ഓപ്പറേഷനായാൽ ബാപ്പ മരിക്കും. കമ്മുണിയാക്കൻ്റെ കുട്ടികൾ മനസ്സിലാക്കുകയാണ് ബാപ്പ മരിക്കല്ലോ. ബാപ്പ മരിച്ച അളാപ്പ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് സ്വത്ത് കിട്ടൂല. അപ്പം എന്ത് ചെയ്യണം? വല്യാപ്പനെ അറക്കണം. തലേന്ന് രാത്രി, ഓപ്പറേഷൻ്റെ തലേന്ന് രാത്രി വല്യാപ്പനെ അറക്കണം. വല്യാപ്പ തലേന്ന് മരിച്ച് ബാപ്പ പിറ്റേന്ന് മരിച്ചാൽ കുട്ടിക്ക് സ്വത്ത് കിട്ടുമല്ലോ, ബാപ്പൻ്റെ വൈക്കന് കിട്ടുമല്ലോ. അപ്പം അതാണ് അതിലെ പ്രമേയം. ഇതാർക്കാ ഇത് പ്രമേയ? ഇസ്ലാമിൻ്റെ നിയമത്തിനെ, അനന്തരാവകാശ നിയമത്തിനെ കളിയാക്കുന്ന, പുച്ഛിക്കുന്ന ഒരു നോവലായിരുന്നു ആ നോവൽ. ഇത് സമസ്ത കണ്ടു. വേറെ പലതും ഉണ്ട്. സ്റ്റാർ നൈറ്റ് നടത്തിയിരുന്നവർ സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോട്ടൊക്കെ നടത്തിയിരുന്നു. അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ഇതുകൂടിയും കണ്ടപ്പം ഇനി പോലെ വെച്ച് പൊറപ്പിച്ചുള്ള സമസ്ത പറഞ്ഞു. സമസ്ത മുഷാവറ കൂടിയിട്ട് തീരുമാനം എടുത്തു, MES-ഉമായി ബന്ധപ്പെടാൻ പാടില്ല, മുസ്ലിങ്ങൾ ബന്ധപ്പെടരുത്, അതിൻ്റെ പോക്ക് ശരിയല്ല, ഇസ്ലാമിന് വിരുദ്ധമാണ്. ആ പ്രമേയം സമസ്ത മുഷാവറ പാസ്സാക്കി. ബഹുമാനപ്പെട്ട ബാപ്പയ്ക്ക് തങ്ങൾ അതിൻ്റെ അതേ ഒരു കോപ്പി വാങ്ങിച്ചു. അതിൻ്റെ അതേ കോപ്പി, പ്രമേയത്തിൻ്റെ കോപ്പി, മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ കൂടിയിട്ട് എതിരഭിപ്രായമില്ല. ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള മഹാന്മാരൊക്കെ കൂടുന്ന ആ സദസ്സിൽ വെച്ചിട്ട് ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ബാപ്പയ്ക്ക് തങ്ങൾ വായിച്ചു. എല്ലാവരും തക്ബീർ ചൊല്ലി പാസ്സാക്കി. ഇതാണ് പൈതൃകം. നമ്മുടെ പാരമ്പര്യം അതാണ്. ബാപ്പയ്ക്ക് തങ്ങളും പിന്നെ പൂക്കോയ തങ്ങളൊക്കെ അടങ്ങിയ സദസ്സ്. ഇതുപോലെ പലതും ഉണ്ടായിട്ടുണ്ട്. സമസ്ത എടുത്ത തീരുമാനം അപ്പടി പാസ്സാക്കുന്നതിൽ ബാപ്പയ്ക്ക് തങ്ങളും പൂക്കോയ തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും ഒക്കെ മുന്നിലായിരുന്നു. ഈ പൈതൃകമാണ് നമ്മുടെ പൈതൃകം. ഇത് ആ മുറ്റത്ത് ഇപ്പം പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് എൻ്റെ സമുദ്ര സാഹിബിന് തോന്നിയത് വളരെ നല്ല കാലോചിതമാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് അവർ ഉൾക്കൊണ്ടോ, ആ നിലക്കാണോ പറഞ്ഞത്, അല്ല ഇങ്ങോട്ടാണോ വെച്ചതെന്ന് അറിയില്ല. ഇപ്പോഴത്തെ തീവണ്ടിൻ്റെ മാതിരി ഇഞ്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ, എങ്ങോട്ടും വെക്കാം. അതാണ് നമ്മുടെ അവസ്ഥ. ഇവിടെ വാഫി ഓഫിയ വിഷയത്തിൽ നമ്മളൊരു തീരുമാനമെടുത്തു, മുഷാവർ ഒരു തീരുമാനമെടുത്തു. വെറുതെ എടുത്തില്ല, ആ വ്യക്തിവിരോധം അതിലില്ല. നമ്മളീ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിന് പോറലേൽക്കും. വാഫി ഓഫിയ വിഷയം നമ്മുടെ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ച് നേരത്തെ പറഞ്ഞതുപോലെ MES-ന് പിന്തുണ കൊടുത്തതുപോലെ എല്ലാവരും ഒന്നിച്ച് പിന്തുണ കൊടുത്തത് സമസ്തയുടെ സ്ഥാപനങ്ങളാണ്. സമസ്തയുടെ പിന്തുണയോട് ആ സ്ഥാപനമൊക്കെ വളർന്നത് അല്ലേ? അങ്ങനല്ലേ? നിങ്ങളൊക്കെ അതിന് പൈസ കൊടുത്തിട്ടുണ്ടാവും, വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ കുട്ടികളെ അയച്ചിട്ടുണ്ടാവും. അത് സമസ്ത അംഗീകരിച്ചൊരു സ്ഥാപനം എന്നുള്ള നിലക്കാണ് അതിൽ നമ്മൾ കുട്ടികളെ അയച്ചത്. പക്ഷെ അതിൻ്റെ പോക്ക്, അതിൻ്റെ കപ്പിത്താന് അദ്ദേഹം ഒന്ന് വളഞ്ഞ വഴിയിലൂടെയൊക്കെ പോകാൻ തുടങ്ങിയത്. ജമാഅത്തും മുജാഹിദും ഒക്കെ ബന്ധപ്പെട്ട് അവരൊക്കെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കും. അദ്ദേഹത്തിന് തന്നെ അതിൻ്റെ ആശയങ്ങൾ ഉള്ളതുപോലെയുള്ള പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ അദ്ദേഹം നടത്തും. ഇങ്ങനെയൊക്കെ ആയപ്പോൾ സമസ്തയ്ക്ക് പരാതി കിട്ടി. സമസ്ത പരിശോധിച്ചു. MT അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഞാനും അതിലൊരംഗമായിരുന്നു. പരിശോധിച്ചപ്പോൾ ശരിയാ, പലതും ചോദിച്ചപ്പം കുട്ടികളൊക്കെ പലതും പറഞ്ഞു, ഇങ്ങനെ ഇവിടെയൊക്കെ നടക്കാറുണ്ട്. അതുപോലെ അവരുടെ പുസ്തകങ്ങളിൽ വരെ അവരുടെ ഭരണഘടനയിലും മാറ്റം ഉണ്ടാക്കി. സമസ്തക്ക് അവിടെ അധികാരമുണ്ടായിരുന്നതൊക്കെ വെട്ടിമാറ്റിയിട്ട് എല്ലാ അധികാരങ്ങളും എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു സ്വതന്ത്ര സംഘടനയായിട്ട് ഇത് വിഹരിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള അപകടകരമായ ഒരു സംഗതി ഉണ്ടായപ്പോൾ സമസ്തയുടെ അഡ്രസ്സിൽ ജീവിക്കുകയും സമസ്തയെ അവർക്ക് പറ്റാതാവുകയും ചെയ്യുന്നുവെന്ന് കണ്ടപ്പോഴാണ് സമസ്ത മുഷാവറ തീരുമാനിച്ചത്. ഇതിൻ്റെ പോക്ക് ശരിയല്ല, അതുമായി ബന്ധപ്പെടരുത്. അത് ഹക്കീം ഫൈസിനെ നിർത്തിയിട്ടാണ് പറഞ്ഞത്. സ്ഥാപനം ഹക്കീം ഫൈസിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് മാറ്റിയിട്ട് കൊണ്ടുവരണം. സ്ഥാപനം നമ്മളെ കുട്ടികളാണ് അവിടെ ഉള്ളതൊക്കെ. അതുകൊണ്ട് സ്ഥാപനം നശിക്കണം തീരുമാനിച്ചിട്ടില്ല. സ്ഥാപനം നന്നാവാൻ ഇദ്ദേഹത്തെ മാറ്റണം.
എന്നാൽ പിന്നെ നമുക്ക് നന്നാക്കി നമ്മുടെ റോട്ടിൽ തന്നെ കൊണ്ടുപോകാം എന്നാണ് തീരുമാനം. അത് വളരെ വ്യക്തമായ തീരുമാനമാണ്. ആ തീരുമാനം വെച്ചപ്പോൾ പൈതൃകത്തിൻ്റെ ആൾക്കാരാണ് അതിന് നേതാക്കൾ. അവർ അതിനെ വേണ്ടതുപോലെ കൈക്കൊണ്ടിട്ടില്ല. അതാണ് വിഷയം ഉണ്ടായത്. പാക വിഷയം അതാണ്. നമ്മളുടെയുള്ള വിഷയം കാര്യമായിട്ട് കാതിൽ അതാണ്. ഈ സമദ് സാഹിബിനോട് ഞാൻ ചോദിച്ചിരുന്നു. സമദ് സാഹിബ് ഒരു ദിവസം പ്രസംഗിച്ചു, നമ്മളെ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. SMFൻ്റെ ഒരു പരിപാടിയിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നോടിന്ന് രാവിലെ പറഞ്ഞതാ. നിങ്ങൾ കണ്ടുണ്ടാവും വീഡിയോ. ഇവർ തന്നെ മധ്യസ്ഥന്മാരായി ഒരു 9 കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളാരുമല്ല, ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പിന്നെ നമ്മുടെ തങ്ങളും MT ഒക്കെ കൂടിയിട്ടുണ്ടാക്കിയ ഒരു തീരുമാനം. ആ തീരുമാനം 9 കാര്യങ്ങളാണ്. ആ തീരുമാനം നമ്മളാക്കിയതല്ല, അവർ തന്നെ ഉണ്ടാക്കിയതാ. ആ തീരുമാനം അംഗീകരിപ്പിച്ച് തരാമെന്നും രണ്ടു കൂടെ സമ്മതിച്ചു. തിരക്കിടില്ല, അത് അംഗീകരിച്ചാൽ നമ്മൾക്ക് സംഗതി എന്താണ്, നല്ല നിലക്ക് പോകാമെന്നുള്ള നിലക്ക്. അതിൽ സമസ്തക്കുള്ള പല അധികാരങ്ങളൊക്കെ നിലനിർത്തുക, അവിടെ പുസ്തകങ്ങൾ പരിശോധിച്ചിട്ട് വിദഈ പ്രസ്ഥാനക്കാരുടെ ആശയങ്ങളുടെ പുസ്തകങ്ങളൊക്കെ മാറ്റുക, സമസ്ത പണ്ഡിതന്മാരിൽ നിന്ന് കുറച്ച് ആൾക്കാർ CICയിൽ പങ്കാളിയാക്കുക തുടങ്ങിയ ചില കാര്യങ്ങളാണ്. ശുദ്ധിയാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ. അതൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും നമ്മളെ ജിഫ്രി തങ്ങളും MT അബ്ദുൽ മുസ്ലിയാരും കൊയ്യോട് ഉമ്മർ മുസ്ലിയാരും ഒക്കെ കൂടിയ സഭയാണ് തീരുമാനിച്ചത്. അവർ തീരുമാനിച്ച പിന്നെ നടപ്പാക്കണ്ടേ. CICൻ്റെ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളാണ്. അത് നടപ്പാക്കും. അപ്പോൾ സമദ് സാഹിബ് പ്രസംഗിച്ചു. ഇന്ന് രാവിലെ ഞാൻ സാദിഖ് അലി തങ്ങളെ കണ്ടിരുന്നു. ആ പ്രസംഗിക്കുന്ന രാവിലെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ 9 കാര്യം ഞാൻ CICയെ കൊണ്ട് അംഗീകരിപ്പിക്കും, ഇല്ലെങ്കിൽ സാദിഖ് അതിലുണ്ടാവില്ല, ആ CICയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ആ വീഡിയോ എപ്പോഴും കാണാൻ നിങ്ങൾക്ക്. അതാ മുറ്റത്തുനിന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആ മുറ്റത്ത് അതായിരുന്നു പറയേണ്ടത്. എന്തേ സാദിഖ് നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ, നിങ്ങൾ എന്നോടൊരു വാക്കങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അത് നിങ്ങൾ പാലിക്കണ്ടേ, എല്ലാ നിലക്കും പാലിക്കണ്ടേ. നമ്മളൊരു മുസ്ലിം, സാധാരണ മുസ്ലിം ആണെങ്കിൽ തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കണമല്ലോ. ഔഫു ബിൽ ഉഹു എന്നല്ലേ, കരാറ് പാലിക്കണം എന്നല്ലേ. അതില്ല. അത് പാലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിഷയമില്ല. പൈതൃകത്തിന് എതിരായിക്കൊണ്ട് ഇവിടെ ആരാ പ്രവർത്തിക്കുന്നത്? സമസ്ത എന്ന് പറയുന്നത് നമ്മളെ ദീനാണ്, മറ്റത് രാഷ്ട്രീയമാണ്. ദീനും രാഷ്ട്രീയവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ നമുക്ക് ഏതാ വേണ്ടത്? ദീനാ വേണ്ടത്. അതാണ് മുഅ്മിൻ മനസ്സിലാക്കുക. മുഅ്മിനീങ്ങൾ അതാ കൈകാര്യം ചെയ്യേണ്ടത്. അതില്ലാതെ പോവുകയും എന്നിട്ട് പൈതൃകം എന്ന് പറഞ്ഞൊരു പേര് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് കാര്യമുണ്ടോ? ഇതുപോലെ പല സംഗതിയും അങ്ങനെ തന്നെയാണ്. ഇതൊരു വിഷയമൊന്നുമല്ല. നമ്മളെ പരസ്യമായി എതിർത്തുകൊണ്ടിരിക്കല്ലേ. നമ്മൾ സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു ജാഥ, ജിഫ്രി തങ്ങളുടെ ഒരു ജാഥ, അത് വളരെ മാന്യമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ വെച്ചു. മറ്റേ വേറെ ദേശീയ നേതാവ് ആരാണ്? ഖാദർ മൊയ്തീൻ അല്ലേ? ഖാദർ മൊയ്തീന് പങ്കെടുക്കുന്ന കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങുന്നൊക്കെ പറഞ്ഞ് വളരെ അവരൊക്കെ ക്ഷണിച്ച് സ്വീകരിച്ചു വന്ന ആരാളും വന്നില്ല. രണ്ടാളും വന്നില്ല. ഈ കേരള അന്തരീക്ഷത്തിൽ പരാജയപ്പെടുമല്ലോ, അങ്ങനെയുള്ള വെപ്പ് യാത പരാജയപ്പെടും. പാണക്കാട് തങ്ങൾ വെലങ്ങത്തിൽ നിന്നാൽ പിന്നെ നേതാവ് ഖാദർ മൊയ്തീൻ വെലങ്ങത്തിൽ നിന്നാൽ പിന്നെ യാതിൻ്റെ കാര്യം അത് മയ്യത്തായത് തന്നെ. എന്നാ പിന്നെ ജാഥ കണ്ട് വന്ന് നോക്കുമ്പോൾ കുടുങ്ങല്ലോ, പെറ്റിച്ചല്ലോ, കയ്യിൽ നിന്ന് വിട്ടുപോകല്ലോ അതെന്ന് തോന്നി. അതാണ് ഉണ്ടായത്. പിന്നെ ഞാൻ പറയില്ല, നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ആ ജാഥ ഒരു ഭയങ്കര സംഭവമായി. അതുപോലെ അതിന് ശേഷം കോൺഗ്രസ്സുകാർ എല്ലായിടത്തും പങ്കെടുത്തു. മുന്നണിയുള്ള കോൺഗ്രസ്സുകാർ മത്സരിച്ച് പങ്കെടുത്തു. രമേശ് ചെന്നിത്തല 2 സ്ഥലത്ത് പങ്കെടുത്തു, സതീശൻ വേറെ സ്ഥലത്ത് പങ്കെടുത്തു. ഇങ്ങനെ എല്ലാവരും ഉദ്ഘാടനം ചെയ്തു.
അങ്ങനെയുള്ള ഒരു ജാതിയായിരുന്നു ആ ജാഥ. അപ്പം പിന്നെ എന്തൊക്കെ ആക്കിയിട്ടോ കൂടി എല്ലാവരും പിന്നെ കൂടി. അൽഹംദുലില്ലാ, അതാണ് അള്ളാഹുവിൻ്റെ സഹായം എന്ന് പറയുന്നത്. ഇനി സമ്മേളനം വരാനുണ്ട്. നമ്മൾ തഹിയ്യ ഫണ്ട് വെച്ചു. തഹിയ്യ ഫണ്ട് എന്താ ഉണ്ടായത്? തഹിയ്യ ഫണ്ട് നമ്മൾ വിചാരിച്ചാലും കൂടുതൽ വന്നിട്ടുണ്ട് അതിൽ. അത് പിരിക്കരുതെന്ന് നമ്മളെ ചില മൂല്യന്മാരെ ചില കമ്മിറ്റിക്കാരൊക്കെ നിർബന്ധിച്ചിരുന്നു. അത് പറയണ്ട, പിരിക്കണ്ട. അവിടെയും പിരിച്ചു, അവിടെ അല്ലെങ്കിൽ എല്ലായിടത്തും പിരിഞ്ഞു. നമുക്ക് എന്താ അൽഹംദുലില്ലാ. അപ്പോൾ പരസ്യമായിട്ട് എതിർക്കാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നു, ആൾക്കാർ എതിർക്കുന്നത്. ഇത് എവിടുന്ന് വരുന്ന ഈ എതിർപ്പ്? ഇതിനാരാ ഉത്തരവാദി? നമുക്കൊരു പത്രമുണ്ട്, സുപ്രഭാതം. നമ്മളെ പത്ര, സമസ്തൻ്റെ പത്ര, സമസ്തൻ്റെ നേതാക്കൾ ഉണ്ടാക്കിയതാ. ഇവർ തങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള നേതാക്കൾ ഉണ്ടാക്കിയതാ. ആ പത്രം ഉണ്ടായത് കൊണ്ടിട്ട് നമുക്കൊരുപാട് മൈലേജ് ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിലൊരു സംശയമില്ല. ആ പത്രം ഒരു ജനകീയ പത്രമാക്കിയിട്ട് രൂപീകരിക്കണം തന്നെയാണ് നേതാക്കൾ അത് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഉദ്ദേശിച്ചതും അത് ആ നിലക്കാണ് നടന്നു വരുന്നതും. ഒരു പക്ഷമില്ലാതെ നിഷ്പക്ഷ വാർത്തകൾ കൊടുക്കണം എന്നുള്ള നിലക്കാണ്. അപ്പം അതിൽ പല വാർത്തകളും വരും. ഭരിക്കുന്നവരെ സംബന്ധിച്ച് നല്ലത് വരും, അവരുടെ പരസ്യങ്ങൾ വരും, ഇടതുപക്ഷത്തിൻ്റെ ഇത് വരും, വലതുപക്ഷത്തിൻ്റെ ഇവരൊക്കെ വരും. ഇത് ഞങ്ങളുടെ മാത്രമേ വരാൻ പാടുള്ളൂ, മറ്റേ വരാൻ പാടില്ല എന്ന് പറയാനേ അത് പറ്റൂലല്ലോ. അത് പറ്റും? അങ്ങനെ ഒരു സ്വഭാവം പറ്റുമോ? ഈ രാജ്യത്തെ ഒരു സ്വതന്ത്ര, ഒരു നിഷ്പക്ഷമായ ഒരു പത്രം എന്ന നിലക്ക് അത് പ്രവർത്തിക്കുന്നു. അതിൽ ഇന്ന് ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പരസ്യം വരാൻ പാടില്ല. അത്രേ പരസ്യം വന്നാൽ കത്തിക്കും പേപ്പർ. പരസ്യം വന്നാൽ പത്രം കത്തിച്ചു. ഇതാണ്. അതിന് വരിക്കാരെ ചേർക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും നമ്മുടെ ഉസ്താദന്മാരും മുഅല്ലിമീങ്ങളാണ്, പാവപ്പെട്ട മുഅല്ലിമീങ്ങളാണ്. ആ മുഅല്ലിമീങ്ങൾ വീട് വീടാന്തരം കയറിക്കൊണ്ട് അതിനെ വരിക്കാരെ ചേർക്കുന്ന അതിൻ്റെ ക്യാമ്പയിൻ കാലത്ത് മുസ്ലിംമാരെന്നൊക്കെയുള്ള ഭീഷണി, അവിടെ നിങ്ങളതിന് ഇറങ്ങരുത്, നമ്മളെ പിരിച്ചു വിടും. ചിലരൊക്കെ പിരിച്ചു വിട്ടിട്ടുണ്ട്. എന്തിനാ അതൊക്കെ ചെയ്യണത്? ആരോടത് കളിക്കുന്നത്? എന്താ പത്രത്തിന് കുഴപ്പം? അത് ഉണ്ടാക്കിയവർക്ക് എന്തോ കുഴപ്പമുണ്ടോ? ഇപ്പം നടത്തുന്നതിലുള്ള കുഴപ്പമുണ്ടോ? ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട സംഗതിയാണ്. ഇങ്ങനെയുള്ള പല സംഗതികളും ആരോടാണ് ഈ എതിർപ്പൊക്കെ നടത്തുന്നത്? എന്നിട്ട് അത് കൂട്ടം കൂടിക്കൊണ്ടിട്ട് അതിന് നമ്മളെ കൂട്ടത്തിൽ ഉള്ള ആൾക്കാരെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരാണ്. ലീഗുകാർ ഞാൻ കുറ്റം പറയുന്നില്ല. ലീഗുകാർ അവരുടെ പാർട്ടിയും നയങ്ങളുമായിട്ട് ഇങ്ങനെ പോകും, പല പാർട്ടിക്കാരുടെ മാതിരി തന്നെ. അതിലേറ്റവും വലിയ കുറ്റവാളികൾ ഈ പൈതൃകമൊക്കെ വെച്ചിട്ട് പ്രസംഗിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞേ, അവരാണ് അന്തമില്ലാത്തവർ. അവർ സമസ്തക്കാരാണത്രേ. എന്നിട്ട് ഈ വിഷയങ്ങളിലൊക്കെ ആ നിലക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദുരന്തം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവരോട് അടക്കം പറയാറുണ്ട്, യോഗം കൂടാൻ യോഗത്തിൽ പറയും, നമ്മൾ അവരാ തീരുമാനിച്ചു വെച്ച തീരുമാനം ഒറ്റക്കെട്ടായിട്ട് പാണക്കാട് പോയി പറഞ്ഞാൽ അവരത് സ്വീകരിക്കല്ലോ എന്ന് പറയാറുണ്ട്. അതിനാരും കൂടുന്നില്ല. അവരെടുത്ത തീരുമാനം, നമ്മളുണ്ടാക്കിയ തീരുമാനം അല്ല, അടിച്ചേൽപ്പിക്കല്ലോ. അവരുണ്ടാക്കിയ തീരുമാനം, ആ തീരുമാനം നിങ്ങൾ നടപ്പാക്കേണ്ടത് നിങ്ങൾക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമല്ലേ എന്ന് അവരോട് ചോദിച്ചാൽ അവർ ഉത്തരം മുട്ടൂലേ? അവർ പുറത്തിറങ്ങി നടക്കാൻ കഴിയുമോ? ഇതാണ്. അതുകൊണ്ട് ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും പൈതൃകവും പാരമ്പര്യവും പറഞ്ഞുകൊണ്ട് സമസ്തയെ പഠിപ്പിക്കണ്ട. ആ പാരമ്പര്യം തന്നെയാണ് സമസ്തയുടെ പാരമ്പര്യം. അവർക്കുള്ള ആ പാരമ്പര്യം പഠിപ്പിച്ചത് സമസ്തയാണ്, അവർ ഉൾക്കൊണ്ടത് സമസ്തയാണ്, അതുകൊണ്ടുണ്ടായതാണ്. അത് ഇല്ലാതെ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരാണത് മാറ്റേണ്ടത് എന്നുള്ളതാണ്. അവരത് മാറ്റിയിട്ട് നല്ല വഴിക്ക് വന്നാൽ ഒരു പ്രശ്നവുമില്ല. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കേണ്ടത് നമ്മൾ പറയില്ല. പൈസ കൊടുക്കിയവർക്ക് കേട്ടോ, നല്ല ഒരുപാട് ചെലവുണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കയ്യിൽ നന്നായി കൊടുക്കി. പിന്നെ നമ്മൾ പറയുന്നില്ല, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് സമസ്തയാണ്, സുന്നികളാണ്. വഹാബികൾ അഹ്ലു ബൈത്ത് ഇല്ല എന്ന് പറയുന്നവരാ. അത് മുറിഞ്ഞു പോയിട്ടുണ്ട്.
അവരെ കൂട്ടുപിടിക്കരുത് തങ്ങളെ നമ്മൾ തങ്ങന്മാരോട് പറയുന്നത്. അവരെ കൂട്ടുപിടിച്ചാൽ നിങ്ങളിരിക്കുന്ന മരത്തിൻ്റെ കൊമ്പ് നിങ്ങൾ മുറിക്കലാകും, താഴെ വീഴും. വഹാബി മൗദൂദികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ഈ പറഞ്ഞ മഹാന്മാരൊന്നും ഒരു വഹാബികളുടെ യോഗത്തിനോ പരിപാടികൾക്കോ പോയിട്ടില്ല, അതിന് പ്രോത്സാഹനം നൽകിയിട്ടുമില്ല. ബാഫി തങ്ങളും പൂക്കോയ തങ്ങളും ഒക്കെ ശക്തമായിട്ട് എതിർത്തത് വഹാബികളും മൗദൂദികളും തന്നെയാണ്. രാഷ്ട്രീയമെന്ന നിലക്ക് മുസ്ലിം ലീഗിൽ അവരുണ്ടാവുന്നത് അത് ഈ രാജ്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അതിന് നമ്മളും എതിർത്തിട്ടില്ല. ആ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കോളി, ഒരു വോട്ട് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയ അതല്ല വേണ്ടത്. പക്ഷേ അത് വഹാബികൾ മൗദൂദികളെ സംബന്ധിച്ചുള്ള അതും പാടില്ല. കാരണം മൗദൂദികളെ ഈ രംഗത്തിറക്കാൻ പാടില്ല. അവർക്ക് നമ്മുടെ ബിദഈ പ്രസ്ഥാനത്തിന് അതിന് പുറമെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലപാടുകൾ ഉണ്ടെന്നത് കൊണ്ട് എല്ലാവരും അതിനെ വെറുക്കുന്ന സാധനമാണ്. അതങ്ങനെ. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ ഈ പറയുന്ന ബഹുമാനിക്കുന്ന ആൾക്കാർ അവരൊക്കെ അതിൽ നിന്ന് പിന്തിരിയണമെന്ന് നമുക്ക് പറയാനുള്ളത്. സമസ്തയുടെ തീരുമാനമാണ്. അവരുമായിട്ടൊരു സഹകരണവും പാടില്ല. തെർക്കുൽ മുവാലാത്തുണ്ട്, അവരുമായിട്ടൊരു സഹകരണവും പാടില്ല. കെട്ടാൻ പാടില്ല, കെട്ടിക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, മയ്യത്ത് കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബുക്കിലൊക്കെ പഠിപ്പിച്ചു തന്നെയാണ്. അതൊക്കെ അത് നമ്മളെ ബുക്കിൽ മാത്രമല്ല, നമ്മൾ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ ബുക്കിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇത് നിലനിൽക്കണമല്ലോ, ഇത് നിലനിൽക്കാതെ പരസ്യമായതിനെ ലംഘിച്ചുകൊണ്ട് വെല്ലുവിളി പോലെ അവരുടെ സമ്മേളനം, അവരുടെ ബൈത്ത് സക്കാത്ത്, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു ബൈത്ത് സക്കാത്തുണ്ട്, അത് ഉദ്ഘാടനം ചെയ്തത് ഈ ബഹുമാനപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരാളാണ്. നമുക്ക് അറിയാം എന്താ ഈ ബൈത്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. നടന്നില്ല. അതെ, അതൊക്കെ ഏറ്റിങ്ങനെ പ്രചരിപ്പിച്ച് നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നടന്നില്ല എന്നുള്ളതാണ്. എന്തായാലും തിരക്കടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഈ നിലക്ക് നമ്മൾ സമസ്ത പറയുന്നിടത്ത് എല്ലാവരും നിൽക്കുക, നമ്മൾ ഉമറാക്കൾ നിൽക്കുക. സമസ്ത നമ്മുടെ ദീനാണ്, അത് വൃത്തി വേണം, എന്നാലേ ബാക്കിയുള്ളതൊക്കെ വൃത്തിയാവുള്ളൂ. അത് വിട്ട് കളിക്കാൻ പാടില്ല. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. നമ്മൾ സത്യം പറയാവൂ. നമ്മൾ പിന്നെ എല്ലാവരോടും വളരെ സൗഹൃദത്തിൽ തന്നെ ഈ ഒരു മതേതര രാഷ്ട്രം എന്ന നിലയ്ക്ക് സൗഹൃദത്തിൽ നടക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മളൊന്നാണ്. ആ കാര്യത്തിനും അഭിപ്രായക്കേടില്ല. അതേ അവസരത്തിൽ നമ്മളെ അഖീദയും ദീനും അത് വിട്ട് കളിക്കാൻ പാടില്ല. അത് വിട്ട് കളിക്കാത്ത ഒരു നിലപാടിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി ഇവിടെ പ്രസംഗിക്കാൻ ആളുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോട് നമുക്ക് വിരോധമല്ല, എല്ലാവരും നന്നാവണം. എല്ലാവരും CIC-ന് ഞാൻ പറഞ്ഞു, CIC-യിലെ ഹക്കീം ഫൈസി അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തെയും നമുക്ക് നന്നാക്കി തിരിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ്. അയാളോടൊരു വിദ്വേഷം നമുക്കില്ല. അദ്ദേഹത്തിന് ചില പേച്ച ചിന്താഗതികളുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വന്നാൽ ആ നിലക്ക് നമുക്കെന്താക്കാം, മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. പിന്നെ ചിലരൊക്കെ ഉണ്ട്, തങ്ങന്മാരെ പോലീസ് പഠിപ്പിക്കുന്നവർ, നമ്മളെ പഠിപ്പിക്കുന്നവർ. അവരൊക്കെ ആരായിരുന്നറിയോ? അവർ പലരും പൂക്കോയ തങ്ങളുടെയും ബാഫൈ തങ്ങളുടെയും തങ്ങളെ ഭാഗത്ത് അതിന് പൂക്കോയ തങ്ങളുടെ തലയിൽ 5-6 മുളപ്പിച്ചവരാ. കേട്ടിട്ടുണ്ട്, മുദ്രവാക്യം കേട്ടിട്ടുണ്ടോ? 5-6 മുളപ്പിക്കും എന്ന് അറിയുന്നു. അന്ന് അവരൊരു വിമത ലീഗ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തതാ. മുദ്രാവാക്യം വിളിച്ചായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ കൂടിയിട്ട്. അവരാണ് ഉമ്മർ ഫൈസിനൊക്കെ ഇപ്പം തങ്ങന്മാരെ പോലീസ് പഠിപ്പിക്കാൻ വരുന്നത്. അന്ന് നമ്മൾ തങ്ങന്മാരെ കൂടെ തന്നെയായിരുന്നു. തങ്ങന്മാരെ പോലീസ് ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ ഔലിയാക്കളാന്ന് പറഞ്ഞ് നടക്കുന്നവരായിരുന്നു. ഈ നിലയ്ക്ക് കോലം മാറിയവർ ഇപ്പോൾ നമ്മളെ ആ കൂട്ടത്തിലൊക്കെ ഉള്ള നമ്മളെ ഇവരെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതാണ് പറയാനുള്ളത്. അങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല. അള്ളാഹു തആല അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പറയാനുള്ളൂ. ഈ സമസ്തയുടെ തീരുമാനത്തോടു കൂടെ നിൽക്കുക എന്നുള്ള ആ പാരമ്പര്യവും പൈതൃകവും അത് നിലനിർത്താൻ ലീഗിൻ്റെ നേതൃത്വവും തയ്യാറാവണം. ലീഗിലെ വഹാബികൾ വരെ സമസ്ത പറയുന്നതിനൊരു എതിരും പറഞ്ഞിട്ടില്ല, സമസ്തയുടെ തീരുമാനത്തെ എതിർത്തിട്ടില്ല. അങ്ങനെ ഉദാഹരണത്തിന് പെണ്ണുങ്ങളെ സംവരണം വന്ന സമയത്ത് സമസ്തയോട് ലീഗ് എഴുതി ചോദിച്ചിട്ടുണ്ട്. സംവരണം പെണ്ണുങ്ങൾക്ക് 30% സംവരണം വന്നാൽ അവിടെ നമ്മളെ പെണ്ണുങ്ങൾക്ക് മത്സരിച്ചുകൂടെങ്കിൽ ഭരണമൊക്കെ മറ്റോല് കൊണ്ടുപോകുമല്ലോ.
നമുക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട സമ്മദ് സാഹിബാണ് സമദാനി സാഹിബാണ് എന്താക്കിയത്, ആ ഒരു പ്രമേയം നമ്മൾ സമസ്തയിൽ കൊണ്ടുവന്നത്. അതിന് വളരെ ആലോചിച്ച് മുഷാവറ ഒരു ലുറത്തിൻ്റെ നിലക്ക് വളരെ നിബന്ധനയോടെ മത്സരിക്കാൻ, ഒരു പെണ്ണെന്ന നിലക്ക് എന്തൊക്കെ അച്ചടക്കം വേണോ ആ നിലക്കൊക്കെ മത്സരിക്കാമെന്നുള്ളൊരു അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമസ്ത ഒരു തീരുമാനം എടുക്കും വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധിച്ച് തെറ്റുകളും കുറ്റങ്ങളും കൂടാത്ത നിലക്കുള്ള പരിപാടികളാണ് നടപ്പാക്കുക. അതിലൊരു സംശയമില്ല. ആരെയും കണക്കിലെടുത്തുകൊണ്ട് ഒരു വിവേചനം കാണിക്കാത്ത രൂപത്തിലാണ് സമസ്ത ചെയ്യാറുള്ളത്. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ആർക്ക് മഹത്തുണ്ടെങ്കിലും അഹ്ലുബൈത്തിന് മഹത്തുണ്ടെങ്കിലും ആൾ നന്നാവണം, സലാഹിയത്ത് വേണം. സലാഹിയത്തില്ലാത്തവരില്ല. ഇപ്പം നമ്മൾ അബൂലഹാബിൻ്റെ കഥ നമ്മൾ പറയല്ലേ, അബൂലഹാബ് നബീൻ്റെ മുത്താപ്പല്ലേ. ഫിറഔനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പിന്നെ അബൂജഹലിനെ സംബന്ധിച്ചോ ഒന്നും ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങിയില്ല. അബൂലഹാബിനെ കുറിച്ച് ആ സൂറത്ത് ഇറങ്ങി, തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞിട്ട് നശിച്ചവനാണ്, നരകത്തിലാണ്, ഓനും അവൻ്റെ പെണ്ണും ഒക്കെ നരകത്തിലാണെന്ന് ആ തബ്ബത് യദാ അബീയിൽ പറയുന്നത്. ആരാണത്? റസൂലുള്ളാഹിൻ്റെ മുത്താപ്പയാണ്. എന്തുകൊണ്ട്? സലാഹിയത്തില്ല, വൈപയച്ചു പോയി. തങ്ങളെ മൂത്താപ്പല്ലേ, അങ്ങനെ പറയരുത് പഠിച്ചവനെ നമുക്ക് പറയായിരുന്നോ? പറയാൻ പറ്റൂല. അതാണ് നമ്മൾ പഠിപ്പിച്ചത്. വൈദിബ്തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ ഖാല മിൻ ദുരിയത്തി ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. ഇബ്രാഹിം നബിനെ അല്ലാഹു തആല ഒരുപാട് തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കുട്ടിയുണ്ടായി, കുട്ടീനെ അറക്കാൻ പറഞ്ഞു, തീയിലിട്ടു. അങ്ങനെ ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ ഇബ്രാഹിം നബിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി ആ പരീക്ഷണമൊക്കെ വിജയിച്ചു. ഫഅതമ്മഹുന്ന അതൊക്കെ വിജയിച്ചു, ആ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചു. അതിനുശേഷം അദ്ദേഹം അള്ളാഹിനോട് പറഞ്ഞു, ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ആ പരീക്ഷണമൊക്കെ വിജയിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിമെ നിന്നെ ഞാൻ ലോകത്തിന് ഇമാമാക്കാൻ, ലോക ജനതയ്ക്ക് ഇമാമാക്കാണ്. കാരണം അത്ര തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നീ വിജയിച്ച ആളാണല്ലോ, അതുകൊണ്ട് ഞാൻ ആക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബിക്ക് ഒരു ആശയം കൂടി ഉണ്ടായി, ഇന്നെ മാത്രമാക്കിയാൽ പോരാ, ഖാല ഉമിൻ ദുരിയത്തി, എൻ്റെ കുട്ടികളെയൊന്നും അങ്ങനെ കുറേ ആളാക്കണം എന്ന് പറഞ്ഞു. എൻ്റെ സന്താനങ്ങളിൽ നിന്ന് പരമ്പരയിൽ നിന്ന് എന്താക്കണം, കുറച്ച് ആൾക്കാരാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല മറുപടി പറഞ്ഞു, ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. അത് സന്താനങ്ങളിൽ ലാലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഓർക്ക് കിട്ടൂല, വൈപയച്ചവരുണ്ടെങ്കിൽ, നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് തെളിവുകൾ നമുക്കുണ്ട്. നൂഹ് നബിൻ്റെ മകനെ സംബന്ധിച്ച് നൂഹ് നബി വെള്ളപ്പൊക്കമായപ്പോൾ മകനോട് പറഞ്ഞു, യാ ബുനിയ്യർക്കും മഅന, കപ്പലിൽ കാരിക്കും മോനെ എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ ആ മലയെ കാരിയിട്ട് ഞാൻ രക്ഷപ്പെട്ടോളാം, നിങ്ങൾ കപ്പലിൽ ഞാനില്ലാന്ന് പറഞ്ഞു. കന്ന എന്ന് പറഞ്ഞു മകന്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വക്കാന മിനൽ മുറക്കീൻ, അവന് ചത്തുപോയി, മുങ്ങി ചത്തുപോയി. നൂഹ് നബിൻ്റെ മകനായതുകൊണ്ട് അയാൾക്ക് രക്ഷയൊന്നും കിട്ടിയില്ല. ഇബ്രാഹിം നബിൻ്റെ ബാപ്പ ആയതുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷ കിട്ടിയില്ല. അദ്ദേഹം ബിംബം ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദീനെന്ന് പറയുന്നത് ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയിൽ ജീവിക്കുന്നവർക്കാണ് മഹത്വമുള്ളത്. അല്ലാതെ നമ്മളെ ബോഡിക്കൊന്നും ഒരു മഹത്വമില്ല. ബോഡി അല്ലാതെ ഒരുവണം തന്നെയാണ്. പക്ഷേ അതിൽ ദീനുണ്ടോ, ദീനുണ്ടെങ്കിൽ ഉന്നതനാണ്, ദീനില്ലെങ്കിൽ മോശമാണ് ആൾ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. അല്ലാതെ അങ്ങനെ ഒരു സങ്കല്പം ഒരു വീട്ടിൽ ഒരു സംഗതിയിൽ എന്താക്കുക, വലിയൊരു മഹത്വം എന്ന് പറഞ്ഞാൽ മഹത്വം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ കളഞ്ഞാൽ കളയും. അത് തന്നെ അത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബമാണ്. നമ്മളൊക്കെ ബഹുമാനിക്കേണ്ട കുടുംബമാണ്. അത് മുസ്ലിം കേരളത്തിൻ്റെ ഒരു തണലാണ് പാണക്കാട്. ആ തണൽ വേണം നമുക്ക് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ആ നിലക്ക് അതിനെ നിലനിർത്താനുള്ള ഒരു തൗഫീഖ് അവർക്കും നമുക്കൊക്കെ അല്ലാഹു തആല തെരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.